إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا رب ബഹുമാനമുള്ള ആദരണീയരായിരിക്കരെ എൻ്റെ പരിസരത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ ജീവിതത്തിലുടനീളം റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് തഖ്വയുള്ളവരായി ജീവിക്കണമെന്നും ഇതേ അവസ്ഥയിലായി ഈ ലോകത്തോട് വിട പറയുകയോ പരിശ്രമിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും എന്നോടും നിങ്ങളെല്ലാവരുടെയും ആദ്യമായി ഞാൻ ഉണർത്തരെ വസിയത്ത് ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു സത്യവിശ്വാസി മരിച്ചു പോയാലും തീർന്നു പോകാത്ത അവസാനിച്ചു പോകാത്ത ബന്ധങ്ങളാണ് ഉള്ളത്. അത് മരിച്ചു പോയാലും തീർന്നു പോവുകയില്ല. അങ്ങനെയുള്ള ബന്ധമാണ് പരിശുദ്ധ ഇസ്ലാം സത്യവിശ്വാസികളായ മനുഷ്യർക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് മരിച്ചുപോയതിനു ശേഷം അവരുമായുള്ള ബന്ധം നാം നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ നിലനിർത്തുക ഇസ്ലാം നമ്മളുടെ പഠിപ്പാട്ടുള്ളത്? അത് ഒന്ന് ദുആ, പ്രാർത്ഥന എന്ന മാധ്യമത്തിലൂടെയായിരിക്കും.
ആ പ്രാർത്ഥനയിലൂടെ ആ ബന്ധം നിലനിർത്തണം, അവരെ നാം ഓർത്തോടിക്കണം എന്ന് ഇസ്ലാം പഠിപ്പാട്ടിൽ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചിരിക്കുന്നവരായാലും ജീവിച്ചിരിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ ഈ ബന്ധം നിലനിന്നു പോകണം. അത് ഒരിക്കലും അവസാനിച്ചു പോകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പഠിപ്പാട്ടുന്ന കാര്യമാണ്. ഒരു മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇന്ന് ഒരു വിഭാഗം ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കരുത്, സലഫികളുണ്ട് ചൊന്നെങ്കിൽ അങ്ങോ മരിച്ചു പോയാൽ അങ്ങക്ക് പിന്നെ ഒന്നുമില്ല, മൃഗങ്ങളെ കന്നുകാലികൾ അങ്ങ് മറവ് ചെയ്യണ പോലെ അങ്ങ് മറവ് ചെയ്താൽ പിന്നെ അങ്ങക്ക് തീർത്ത് എന്ന കള്ള ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ആരാണതിന് പിന്നിലുള്ളത് എന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ ശിർക്കും ബിദ്അത്തും പ്രചരിപ്പിക്കരുതായിരിക്കരെ ഒരു വിഭാഗമാണ് അതിന് പിന്നിലുള്ളത്. അതേ അവസരത്തിൽ മരിച്ചു കഴിഞ്ഞാലെല്ലാം തീർത്ത് പിന്നെ നമുക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വെച്ച കുറെ ആളുകളുണ്ട്. എന്താണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിത്തണ്ടത്? ഖുർആനും സുന്നത്തും നമുക്ക് എന്ത് പഠിപ്പാട്ടിത്തണ്ട് ഈ വിഷയത്തിൽ? മരിച്ചുപോയ അങ്ങക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നത് നാം വളരെ കൃത്യമായ നിലക്ക്, വളരെ വ്യക്തമായ നിലക്ക് നാം മനസ്സിലാക്കണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും നമുക്ക് ചെയ്യണമുള്ളത് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നിഷ്കളങ്കമായ പ്രാർത്ഥനയായിട്ട് മരിച്ചുപോയ ആളുമാരുടെ ഭൗതികമായ ശരീരം നാം ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് യാത്രയാക്കുകയാണ്. ഇത് നമ്മുടെ ബാധ്യതയാണ്, സാമൂഹ്യ ബാധ്യതയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പാട്ടരുത്, അയാളെ കുളിപ്പാട്ടിയതിന് ശേഷം കഫൻ ചെയ്യരുത്, പിന്നീട് നിസ്കരിക്കരുത്, പിന്നീട് അയാളെ ഖബറിൽ ദഫൻ ചെയ്യരുത്. ഇത് സാമൂഹികമായിട്ട് ഒരു ബാധ്യതയാണ്. അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു മർമ്മമായിട്ട് പ്രാർത്ഥനയായിട്ട് ചൊല്ലുന്നത്. മരിച്ചവരെ നാം ഈ ഐഹികമായ ലോകത്തിൽ നിന്നിട്ട് അവരുടെ ഭൗതിക ശരീരം ഖബറിലെ ബർസഖിയായ ലോകത്തേക്ക് നാം യാത്രയാക്കുമ്പോൾ അവിടെ മർമ്മപ്രധാനമായ ഒരു വിഷയമായിട്ട് പ്രാർത്ഥനയായിട്ട് ചൊല്ലുന്നത്. അത് നമസ്കാരത്തിലൂടെ നാം ആദ്യമായി നിർവഹിക്കുന്നു. ഏത് നിസ്കാരത്തിലൂടെ? ജനാസ നിസ്കാരത്തിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജനാസ നിസ്കാരം ഒരു സഹാബി നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. മഹാനായ ഔഫ് ഇബ്നു മാലിക് എന്ന് ചൊല്ലുന്ന സഹാബി, അദ്ദേഹം ചൊല്ലുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യിത്തിക്ക് വേണ്ടി നിസ്കരിച്ച ആ നിസ്കാരത്തിന് ഞാനുണ്ടായേ. ആ നിസ്കാരത്തിൽ നിന്നിട്ടായിട്ട് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ കാണാണ്ട് പഠിച്ചത്. ആ പ്രാർത്ഥന അദ്ദേഹം നമുക്ക് വിവരിച്ചു തന്നതിന് ശേഷം അയാൾ ചൊല്ലുന്ന ഒരു പഴക്കമുണ്ട്. റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന ഞാൻ കേട്ടപ്പോ മയ്യത്ത് നിസ്കാരത്തിൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മൂന്നാമത്തെ തക്ബീറിന് പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ദുആയിലെന്ന ആ ദുആ ഞാൻ കേട്ടപ്പോ നാം എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു പോയേ, ഞാൻ കൊതിച്ചു പോയേ, അൻ അകൂന അന ദാലികൽ മയ്യിത്ത്, ആ മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോയേ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ സ്വല്ലൈതുൽ മയ്യിത ഫഅഖ്ലിസു ലഹു ദുആ. നാം ഇന്ന് ധാരാളം മരണത്തെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധുമിത്രാദികളിലും നമ്മുടെ ഉറ്റവരിലും ഉടയവരിലും എല്ലാം തന്നെ മരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അതാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത്, സ്വല്ലൈതുൽ മയ്യിത ഫഅഖ്ലിസു ലഹു ദുആ. ഒരു മരിച്ച മയ്യിത്തിക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ ഫഅഖ്ലിസു ലഹു ദുആ,
ഇഖ്ലാസോട് കൂടിയായിരിക്കണം നിങ്ങൾ ദുആയിരക്കേണ്ടത്. ആത്മാർത്ഥമായ നിലക്കായിരിക്കണം നിങ്ങൾ ദുആയിരക്കേണ്ടത്. കാരണം നിങ്ങൾ ആ മയ്യിത്തിനെ, അതിന്റെ ഭൗതികമായ ശരീരം ഇവിടെ നിന്ന് നിങ്ങൾ യാത്രയാക്കുമ്പോ ആ മയ്യിത്തിക്ക് നിങ്ങൾ കൊടുക്കരുതായിട്ടിക്കറ, ഏറ്റവും നല്ല ബഹുമതിയായിട്ടിക്കറ, ഏറ്റവും നല്ല പുരസ്കാരമായിട്ടിക്കറ, ഏറ്റവും നല്ല പാരിതോഷികമായിട്ടിക്കറ ഇഖ്ലാസോട് കൂടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ആ മയ്യിത്തിന് വേണ്ടി നിസ്കരിച്ച പ്രാർത്ഥന ഈ സഹാബി നമുക്ക് ചൊന്നു തണ്ടത്. എന്താണ്? നോക്കണം, ആ പ്രാർത്ഥന ഇഖ്ലാസോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ഇഖ്ലാസ് ആകണമെങ്കിൽ എന്ത് വേണം കൂട്ടരെ? എന്ത് വേണം? ഏറ്റവും ചുരുങ്ങിയത് തെറ്റുകൂടാണ്ട് ആ ദുആ ദ്വാരക്കണം, അല്ലേ? തെറ്റുകൂടാണ്ട് ഒരു അബദ്ധവും ആ ദുആയിൽ വരാതെ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഒന്ന്. രണ്ടാമത്, ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് പിടിയാവണം. ഇത് കുറഞ്ഞ പക്ഷം ഉണ്ടാക്കണം. അപ്പോഴല്ലേ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകേണ്ടത്. ഇത് ശരിക്കും പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് പിടിയില്ല, അതിന്റെ അർത്ഥവും പിടിയില്ല, പിന്നെ നമുക്ക് എങ്ങനെ ഇഖ്ലാസ് വരും? അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അല്ലാഹുവിന്റെ റസൂല് പരിപാടിയ പ്രാർത്ഥന ആ സഹാബി നമുക്ക് ചൊന്നു തണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി. അല്ലാഹുവേ, ഈ മയ്യിത്തിക്ക് നീ പുറത്തു കൊടുക്കണം. അല്ലാഹുവേ, ഈ മയ്യിത്തിക്ക് നീ കാരുണ്യം ചെയ്യണം, കരുണ ചെയ്യണം. ഈ മയ്യിത്തിക്ക് നീ ഖബറിൽ സൗഖ്യം നൽകണം, ഖബറിൽ നീ ആഫിയത്ത് നൽകണം, ശിക്ഷ ഒന്നും കൊടുക്കരുത്. ഈ മയ്യിത്തിക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. വഅക്രിം നുസ്ലഹു. ഈ മയ്യിത്തിക്ക് നീ മാന്യമായ വിരുന്ന് നീ നൽകണം, വളരെ ആദരപൂർവ്വം ഈ മയ്യിത്തിക്ക് നീ വിരുന്ന് നൽകണം. വവസ്സിഅ മുദ്ഖലഹു. ഈ മയ്യിത്ത് ഇതാ ഖബറിലേക്ക് ഇപ്പൊ പ്രവേശിക്കണുകൊണ്ടോ ആ ഖബറിന്റെ കവാടം നീ വിശാലമാക്കണം. ബർസഖിയായ ലോകത്തിന്റെ ആ കവാടം നീ വിശാലമാക്കി കൊടുക്കണം. വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ്. ഈ മയ്യിത്തിനെ നീ നല്ല തണ്ണി കൊണ്ട്, തണുത്ത തണ്ണി കൊണ്ട്, മഞ്ഞ് കൊണ്ട്, ഹിമം കൊണ്ട്, ഐസ് കൊണ്ടെല്ലാം നീ ഇതിനെ കഴുകി വൃത്തിയാക്കണം. ചെന്നെങ്കിൽ അല്ലാഹുവേ, ഈ മയ്യിത്തിനെ ഇവിടെ ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഞങ്ങൾ ഇതിനെ കഴുകിയ, ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഞങ്ങൾ ഇതിനെ ശുദ്ധിയാക്കിയ റബ്ബേ, അതെ ആ മയ്യിത്തിലെ ബാഹ്യമായ ഭാഗം മാത്രമാണ് ഞങ്ങൾക്ക് ശുദ്ധിയാക്കി കഴിയുന്നത്. ഇനി ആ മയ്യിത്തിലെ ആന്തരികമായ ഭാഗം, ആ മയ്യത്തിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കളിക്ക് ശുദ്ധിയാക്കണമെങ്കിൽ ഞങ്ങൾക്ക് സാധ്യമല്ലാതെ നീ ശുദ്ധിയാക്കണം അല്ലാഹ്. ഏതുപോലെ ശുഭ്രമായ വെളിവസ്ത്രത്തെ ഡേർട്ടിയിൽ നിന്ന്, അഴുക്കിൽ നിന്ന് നീ ശുദ്ധിയാക്കുന്നത് പോലെ അങ്ങനെ ശുദ്ധീകരിച്ചിട്ട് നല്ല തൂവെള്ള മനസ്സിന്റെ ഉടമയായി ഈ മയ്യിത്തിനെ നീ ആക്കണം അല്ലാഹ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ് പ്രാർത്ഥിക്കുന്നത്. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി. ഈ മയ്യിത്ത് ദുനിയാവിൽ നല്ല അകയിന്ന്, നല്ല സുന്ദരമായ അകയിന്ന്, ആ അകയെല്ലാം വിട്ടേച്ച് ആ മയ്യിത്ത് കിടന്നു ഉറങ്ങിയതായിരിക്കുന്ന കട്ടിലും വിരിപ്പും തലയണുമെല്ലാം വിട്ടേച്ചതാ ഖബറിലേക്ക് വന്നത്. അല്ലാഹുവേ, ഖബറിലേക്ക് ഇതാ പോകണുകൊണ്ടോ, അതുകൊണ്ട് അവിടെ എത്തിയാൽ ഏറ്റവും നല്ല വക, ഏറ്റവും നല്ല ഭവനം ആ ലോകത്ത്, ആ ബർസഖിയായ ലോകത്ത് ഇവിടെ ഇന്നാകയേക്കാൾ നല്ല അക നീ നൽകണം. ഇവിടെ ഉള്ളതായിരിക്കുന്ന കുടുംബത്തെക്കാൾ നല്ല കുടുംബം നീ നൽകണം. ഇവിടെ അദ്ദേഹത്തിന് എന്തെല്ലാം അക്കോമഡേഷൻ ഇന്നോ, എന്തെല്ലാം എന്റർടൈൻമെന്റ് ഇന്നോ, അതിനേക്കാളും എല്ലാം ഖൈറായതും ഉത്കൃഷ്ടമായതും ആ ഖബറിലെ ജീവിതത്തിൽ, ആ ബർസഖിയായ ജീവിതത്തിൽ നീ കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് ആ പ്രാർത്ഥിച്ചത് തെല്ല് ജോറായിട്ട് കേൾക്കണം. അതിൽ ചിലപ്പോൾ അങ്ങനെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തേക്ക് പിടിയാകുന്നത് വേണ്ടി, അല്ലെങ്കിൽ മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കരുത് മല്ലയാണ്, രഹസ്യമാണ്. ചിലപ്പോ സഹാബത്തേക്ക് അതെല്ലാം പഠിക്കൊണ്ടു വേണ്ടി, മനസ്സിലാക്കൊണ്ടു വേണ്ടി തെല്ല് ജോറായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അന്ന് തെല്ല് ജോറായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം. ആ സഹാബി എല്ലാം പഠിച്ചിട്ട് ആ പ്രാർത്ഥന റസൂലിൽ എന്നിട്ട് ആ സഹാബി ചൊല്ലുന്നത് നോക്ക്. ആ മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ കൊതിച്ചുപോയി. എന്തേ ഇങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണ്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു മയ്യിത്തിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ
ഞാൻ ആദ്യമേ നിങ്ങളുടെ ചൊന്നല്ല, ഒരു മയ്യത്തിന് നാം അതിന്റെ ഭൗതിക ശരീരം നാം യാത്രയാക്കുമ്പോ ആ മയ്യത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും നല്ല പുരസ്കാരം ഈ നിസ്കാരത്തിലുള്ള ഈ ഒരു പ്രാർത്ഥനയാണ്. ഏറ്റവും മർമ്മപ്രധാനമായതാണ്. ഈ നിലക്ക് ഒരു മനുഷ്യൻ ഇഖ്ലാസോട് കൂടി പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം എന്താണെന്ന് കേട്ടോളൂ. മാമിൻ മുസ്ലിമിൻ യമൂതു വയഖൂമു അലാ ജനാസതിഹി, മാമിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി, മരിച്ചതായിരിക്കുന്ന ഒരു മുസ്ലിമായ മയ്യിത്ത് ജനാസ 40 റജുല, ആ ജനാസക്ക് നിസ്കരിച്ചിട്ട് 40-ൽ കുറയാത്ത ആളുമാർ ആ മയ്യിത്ത് നിസ്കരിച്ചാൽ, 40-ൽ കുറയാത്ത ആളുമാർ ആ മയ്യിത്ത് നിസ്കരിച്ചാൽ, എങ്ങനെയുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത്, ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളായിരിക്കണം. അങ്ങനെയുള്ള 40 ആൾ, എല്ലാ 40 ആളുമല്ല, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത 40 ആളായിരിക്കണം. ഇറാഖിലെ ബഗ്ദാദിൽ മറവ് ചെയ്ത് കിടക്കരുതായിരിക്കുന്ന മൊയ്യിദ് ഷേഖ് നിന്റെ പ്രാർത്ഥന കേൾക്കും, നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യും, നിന്റെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം പരിഹരിച്ചു തരും എന്ന് വിശ്വസിക്കുക 40 ആളുമാരല്ല. കേരളത്തിലെ കാലിക്കറ്റിൽ മറവ് ചെയ്തതായിരിക്കുന്ന CM വലിയുള്ളാണ്ട് ചിലരെ വ്യക്തി, അദ്ദേഹം വലിയായിട്ടിക്കറ്, വലിയ മാത്രമല്ല അദ്ദേഹം പടച്ചോനായിട്ടിക്കറ്, അദ്ദേഹം അള്ളയായിട്ടിക്കറ്, ഈ പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് അയാളായിട്ടിക്കറുണ്ട് വിശ്വസിക്കറ് 40 ആളുമാരല്ല. അജ്മീറിലെ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഉണ്ട് ചൊല്ലറെ, ഷീഈ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഇറാഖിലെ, ഇറാനിലെ, ഖുറാസാനിലെ സഞ്ചർ എന്ന പ്രദേശത്ത് അവിടെ നിന്ന് വളർന്നതായിരിക്കുന്ന അവിടുത്തെ ആ ഷീഈ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഉണ്ട് ചൊല്ലറെ, ആ മഹാൻ നിന്റെ പ്രാർത്ഥനയെല്ലാം കേൾക്കും, നിന്റെ എല്ലാം ദോഷം വിട്ടുപൊറുക്കാനായിട്ട് പ്രാർത്ഥിക്കറേ. 40 ആളുമാരല്ല, അങ്ങനെയുള്ള ആളുമാരല്ല. ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത 40 ആളുമാർ. എങ്ങനെയുള്ള 40 ആളുമാർ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നതുപോലെ, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഖൽബിനെ നീ മസ്ജിദാക്കണം, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം. കാരണം പള്ളിയിട്ട് ചെന്നെങ്കിൽ അത് അല്ലാഹു തആലാക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനൊക്കെ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരെ. അല്ലാഹു നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനമായിട്ടിക്കറ്. അവിടെ നിസ്കരിക്കരുത് അല്ലാഹുക്ക് വേണ്ടി മാത്രമായിട്ടിക്കറ്. അവിടെ ഇത്തികാഫിരിക്കരുത് അല്ലാഹുക്ക് വേണ്ടി മാത്രമായിട്ടിക്കറ്. അവിടെ സുജൂദ് ചെയ്യരുതും റുക്കൂ ചെയ്യരുതും 2 കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കരുതും അല്ലാഹുവിനോട് മാത്രമായിട്ടിക്കറ്. ഇങ്ങനെയുള്ള പള്ളി, അങ്ങനെയുള്ള മസ്ജിദ് നിന്റെ ഖൽബിനെ നീ ആക്കണം മനുഷ്യാണ്ട്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നതായിട്ടിക്കരെ, ആത്തുവള്ള ഹൃദയത്തിന്റെ ഉടമകളായിട്ടിക്കരെ, കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും കാപട്യത്തിൽ നിന്നുമെല്ലാം മുക്തമായതായിട്ടിക്കരെ, അങ്ങനെയുള്ളതായിട്ടിക്കരെ 40 ആളുമാർ. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത 40 ആളുമാർ നിസ്കരിച്ചിട്ടായെങ്കിൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 40 ആളുമാരുടെ പ്രാർത്ഥനയായ നിസ്കാരത്തെ, ശുപാർശയെ അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. ഇതാണ് നാം മരിച്ചു പോവരെ നമ്മൾ എന്നിട്ട് വേർപ്പെടുക. ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കാം, നമ്മുടെ അപ്പയായിരിക്കാം, നമ്മുടെ പത്നിയായിരിക്കാം, നമ്മുടെ പതിയായിരിക്കാം, നമ്മുടെ ഉറ്റവരായിരിക്കാം. അവർക്ക് നാം ഈ ദുനിയാവിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല പുരസ്കാരം. ഇങ്ങനെ 40 ആളുമാർ നിർവഹിച്ചാൽ, നിസ്കാരം ഇഖ്ലാസോട് കൂടി നിർവഹിച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം റസൂൽ ചൊല്ലുന്നു. അങ്ങളുടെ ശഫാഅത്തിനെ അല്ലാഹു തആല സ്വീകരിക്കും. അങ്ങനെ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം അല്ലാഹു തആല സ്വീകരിക്കും. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ ഈ ചെയ്തതായിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പാടി തന്ന ഈ പ്രാർത്ഥന നമ്മളിൽ എത്ര പേർക്ക് അറിയും?
തെറ്റുകൂടാതെ അക്ഷരപ്പിശക് കൂടാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണകൂ, ഈ ദുആ ചൊല്ലണകൂ. എത്ര ആളുമാർക്ക് അറിയുമെന്ന് ഓരോരുത്തരും അവന്റെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നിന്റെ അപ്പ മരിച്ചെങ്കിൽ നിനക്ക് നിസ്കരിക്കേണ്ടതായിട്ട് വരുമല്ലോ. നിന്റെ ഉമ്മ മരിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടതായ ആളുമാർ മരിച്ചെങ്കിൽ, നാം ഈ ദുനിയാവിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സദഖയാണല്ലോ ഇത്. അത് എങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് സാധിക്കും, നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് പിടിയുണ്ടോ? ഇനി ഞാൻ മരിച്ചാൽ നിന്റെ പിറവിലുള്ള ആളുമാർ നിനക്കിങ്ങനെ പ്രാർത്ഥിക്കണമല്ലേ എന്ന ഒരു ചിന്ത ഓരോരുത്തരും അവരവന്റെ മനസ്സിൽ ചോദിക്കേണ്ട കാര്യമായിട്ട് പ്രിയമുള്ളവരെ. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്തക്ക് എന്താണ് എത്ര നീട്ടി ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്ന പ്രാർത്ഥനയാണ് ഇസ്തിഗ്ഫാറായിട്ട് ഏറ്റവും പ്രധാനമായത്. തീർത്ത അവിടെ ദുആ ഇസ്തിഗ്ഫാർ മാത്രമാണ്, തീർത്ത ഇല്ല. ഇതോടുകൂടി തീരുന്നില്ല, വേറെന്തെല്ലാം ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പാട്ടി തന്നത് നിങ്ങൾ നോക്കൂ. മഹാനായ ഉസൈദ് മാലിക് ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനെ മുട്ട ഞങ്ങൾ ഇങ്ങനെ ദയിച്ചുകൊണ്ടിരുന്ന, ഇത് ജാഅഹു റജുലുൻ മിൻ ബനി സൽമ ഗോത്രത്തിലെ ഒരാൾ വന്ന്, എന്നിട്ട് റസൂലുള്ളാഹിനെ കേൾക്കറി, യാ റസൂലല്ലാഹ് ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ നദുറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, നിന്റെ അബ്ബയും നിന്റെ ഉമ്മയും മരണപ്പെട്ടതിന് പിന്നെ അങ്ങ് മരിച്ചതിന്റെ ശേഷം അങ്ങക്ക് വല്ല പുണ്യവും ചെയ്യാൻ എനിക്ക് ബാക്കിയുണ്ടോ? മരിച്ചതോടുകൂടി തീർത്ത അല്ല, ഇനി മരിച്ചതിന് പിന്നെ നക്കി എന്തെങ്കിലും പുണ്യം ചെയ്യണക്ക് ബാക്കിയുണ്ടോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, നഅം, അതേ ബാക്കിയുണ്ട്. പിടിയിട്ടില്ല, നല്ല പോലെ പിടിയാക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മൃഗത്തെ മറമാടുന്നത് പോലെ മറമാടുന്നതല്ല. അങ്ങനെയുള്ള ആ വ്യാജവാദികൾ കള്ള പ്രചരണത്തേക്ക് നമുക്ക് മറുപടി കൊടുക്കുന്നത് സാധിക്കണം. അതേപോലെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീയെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ ഞങ്ങളും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പഠിപ്പാട്ടി, ഖുർആൻ ഹദീസ് നമുക്ക് എന്ത് പഠിപ്പാട്ടി, അവിടെ നാം നിൽക്കണം. എന്നല്ലാതെ എന്റെ നാട്ടിൽ നടക്കുന്നത് പോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞെങ്കിൽ അവിടെ പള്ളിയിലെ ഉസ്താദന്മാരെ വിളിച്ചിട്ട്, ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മുത്താലിമീങ്ങളെ വിളിച്ചിട്ട്, നാട്ടിലെ പ്രമാണിമാരെയും അതുപോലെ അയൽവാസികളെല്ലാം വിളിച്ചിട്ട് അങ്ങനെ കണ്ണോ കൊണ്ട് ചൊല്ലുന്ന ഒരു പരിപാടിയും വെച്ചിട്ട്, എന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി, ഒരു ഏർപ്പാട് നമ്മുടെ റായത്ത് കാണാം. 3-2-1 7-2 14-2 21-2 42, പിന്നെ ഒരു വർഷമാകുമ്പോ ആണ്ടിട്ട് ചൊന്നത്തോ. ഇത് ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയതല്ല, ഇത് ബിദ്അത്താണ് പണ്ഡിതന്മാർ, പൂർവ്വ സൂരികളായ പണ്ഡിതന്മാർ നമുക്ക് ചൊന്നത്. എന്ന് മാത്രമല്ല, അവിടെ വെച്ച് ഇങ്ങനെ ഖുർആൻ ഓതരുത്, അതും യാതൊരു അടിസ്ഥാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അത് സ്ഥിരപ്പെട്ട് വന്നതല്ല. അതേപോലെ തന്നെ പ്രവാചകൻ നമുക്ക് പഠിപ്പാട്ടിയ ചില കാര്യങ്ങൾ അത് നാം മനസ്സിലാക്കണം. ഇവിടെ ഈ മനുഷ്യൻ ചോദിക്കരുത് എന്താണ് നക്ക് മരിച്ചെന്ന് പിന്നെ ചെയ്യണമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, വസ്സലാത്തു അലൈഹിമാ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടണം. അത് നാം വിവരിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും ആയിത്താ ഇല്ല. വഇൻഫാദു അഹദിഹിമാ അഹദിന്റെ ചൊന്നെങ്കിൽ ഞങ്ങളുടെ വല്ല കരാറുകളും വല്ല കടപ്പാടുകളും വല്ല ഓബ്ലിഗേഷനുകളും ബാധ്യതകളും ബാക്കിയുണ്ടെങ്കിൽ അതും നീ നിർവഹിക്കണം. അങ്ങനെ കരാർ നീ നിർവഹിക്കണം, ബാധ്യതകൾ നീ നിർവഹിക്കണം. എന്താണ് പ്രിയമുള്ളവരെ മരിച്ചവരോടുള്ള ബാധ്യത? അതിൽ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് അങ്ങ് വല്ല വസിയ്യത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. മനസ്സിലാക്കണം. വല്ല വസിയ്യത്തും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കണം. വല്ല കടമുണ്ടെങ്കിൽ ആളുമാർക്ക് കൊടുക്കണമുള്ള കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവരാണെങ്കിൽ അത് നടപ്പിലാക്കണം. അങ്ങനെ ആ ആസ്തിയിൽ നിന്ന് വാരീസ് സ്വത്തിൽ നിന്നിട്ട് അത് വിഘടനയാക്കിയ മുന്നോളായിട്ട് ആ ഓരോരുത്തർക്കുമുള്ള പാലുണ്ടല്ലേ, ആ ഓഹരി ഉണ്ടല്ലേ,
അതിങ്ങനെ വിഘടന ഹഞ്ചിരത് മുന്നോളായിട്ട് ചെയ്യേണ്ട കാര്യം അങ്ങളുടെ വസിയത്തായിട്ടിക്കറ് കടമായിട്ടിക്കറേട്ട് പടച്ച തമ്പുരാൻ അല്ലാഹു തആല ചൊല്ലുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, സൂറത്തുൻ നിസാ. നമുക്കൊക്കെ പിടിയുള്ള അധ്യായമാണ്. ആ സൂറത്തുൻ നിസായിൽ ആദ്യം തന്നെ 11-ാമത്തെ 12-ാമത്തെ ആയത്ത് നോക്കിയെങ്കിൽ നമുക്ക് കാണാം, മരിച്ചു കഴിഞ്ഞ ആളുമാരുടെ ആ ആസ്തിരെ, ആ വാരീസ് സ്വത്തിരെ എങ്ങനെയാണ് വിഹിരിക്കേണ്ടത്, ആരെല്ലാമാണ് ആ ആസ്തിരെ ഹക്കുദാരന്മാർ, ആരെല്ലാമാണ് പടച്ച തമ്പുരാൻ അവിടെ വിവരിക്കാറ്. അങ്ങനെ വിവരിക്കുമ്പോ അല്ലാഹു തആല റിപ്പീറ്റ് ആക്കിയിട്ട് ആവർത്തിച്ചിട്ട് ചൊല്ലുന്ന ഒരു പഴക്കമുണ്ട്. മിൻ ബഅദി വസിയത്തി യുസി ബിഹാ ഔ ദൈൻ. എപ്പോഴാണ് ഞങ്ങളെ ആസ്തിരെ നിങ്ങൾ ഓഹരി വെച്ചെടുക്കരുത്, അങ്ങളുടെ വാരീസ് സ്വത്തിനെ നിങ്ങൾ ഹഞ്ചിരത് പാല് നിങ്ങൾ എടുക്കരുത്. എപ്പോണ്ട് ചൊന്നെങ്കിൽ അങ്ങളെ വസിയത്തും അങ്ങളെ കടവും എല്ലാം വീട്ടിയതിരെ പിന്നെയായിട്ടിക്കണം. മനസ്സിലായില്ലേ? കടവും വസിയത്തും വീട്ടിയതിരെ പിന്നെയായിട്ടിക്കണം. അല്ലാഹു തആല ചൊല്ലുറൂ. അത്രക്കും പ്രാധാന്യമുള്ള കാര്യമാണ്. എത്രയോ ആളുമാർ കടത്തിലെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കാണിക്കുന്നില്ല. വിശ്വാസമെല്ലാം ഒക്കെ ആയിട്ടിരിക്കും, നല്ല തൗഹീദിലെ ആളുമാരായിട്ടിരിക്കും, പക്ഷെ ഇടപാട് വളരെ മോശമായ ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ വളരെയേറെ ജാഗ്രത കാണിക്കേണ്ട, എച്ചരിക്ക കാണിക്കേണ്ട വിഷയമാണ്. കടോട്ട് ചൊന്നെങ്കിൽ നിങ്ങൾ നോക്കോറോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട മയ്യത്ത് ഇങ്ങനെ വരും, നിസ്കരിപ്പാട്ടുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്തായി നിൽക്കണോട്ടോ. എത്രയോ സഹാബത്തിന് ആഗ്രഹമുണ്ട്. കാരണം അഷ്റഫുൽ ഖൽഖാൻ, അല്ലാഹുവിന്റെ സൃഷ്ടികൾ ശ്രേഷ്ഠരായിരിക്കുന്ന റസൂല് ഒരു മയ്യത്ത് ഇങ്ങനെ ഇമാമത്ത് നിസ്കരിച്ചാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമല്ലോ, സംശയമില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുട്ട മയ്യത്തുമായിട്ട് വരുമ്പോഴത്തോ അല്ലാഹുവിന്റെ റസൂല് അവിടെ കേൾക്കുന്നതായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനട്ട ഒരു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. മയ്യത്ത് നിസ്കരിക്കുന്ന മുന്നോട് എന്തിരെ ഫഹൽ അലൈഹി മിൻ ദൈൻ, ഈ മയ്യത്തുക്ക് വല്ല കടമുണ്ടോ, ഈ മയ്യത്തുക്ക് വല്ല കടമുണ്ടോ, വല്ല കടമാരെങ്കിലും കടമേങ്ങിയിട്ട് കൊടുക്കാണ്ട് ബാക്കിയുണ്ടോ? ഇല്ല നബിയെ, കടമൊന്നുമില്ല, ഒന്നും ബാക്കിയില്ല എന്നാണ് മറുപടി. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിനെ നിസ്കരിക്കും ഇമാമത്ത് നിന്നിട്ട്. ഇനി അതല്ല കടമുണ്ട് ചെന്നെങ്കിലോ, ചെന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കൊടുക്കും. ആരെങ്കിലും ആ കടം ഏറ്റെടുക്കാറാ? യാ റസൂലല്ലാഹ്, കടം ഞാൻ വീട്ടിക്കോളാം. ഇനി അതല്ല ബൈത്തുൽ മാലിൽ വല്ല വ്യവസ്ഥയും ഉണ്ടോ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മാലിൽ തൊട്ടും സഹായിക്കുമായിരുന്നു. അങ്ങനെ വല്ലതും ഇല്ലാത്ത സന്ദർഭത്തിൽ കടം ബാക്കിയുള്ള നിലക്കാണ് ഇയാൾ മരിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്ന ഒരു പഴക്കമുണ്ട്, സ്വല്ലൂ അലാ മയ്യിതികും, നിങ്ങളുടെ മയ്യിത്തിലെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കൂ, ഞാനില്ല. നോക്കണം, അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് കടോട്ട് ചൊല്ലുന്നത്. നിങ്ങൾക്ക് പിടിയിലെ ശുഹദാക്കൾ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ശുഹദാക്കന്മാർ, ഹുദാത്മരായ ആളുകൾ, അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രതിഫലം സ്റ്റാർട്ടായി അല്ലാഹു തആല കൊടുക്കുന്നത് തുടങ്ങുന്നു മരിച്ച ഉടനെ തന്നെ. പക്ഷേ അതും തടസ്സം നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ശുഹദാക്കൾക്ക് പോലും പ്രതിഫലം കിട്ടുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഴിപാട്ടിയത് അദ്ദൈൻ, അത് കടമായിട്ടിക്കറ്. ഇതാണ് മരിച്ചതിന് പിന്നെ മരിച്ച ആളുകൾക്ക് വസിയത്തുണ്ടെങ്കിൽ, കടമുണ്ടെങ്കിൽ നാം വീട്ടണം. അതേപോലെ തന്നെ ചില ആരാധനകൾ, എല്ലാ ആരാധനകളുമല്ല, ചില ആരാധനകളും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി പഠിപ്പാട്ടിയതുണ്ട്. ഉദാഹരണമായിട്ട് ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ കേൾക്കറിയ, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി മാതതി, എന്റെ ഉമ്മ മരിച്ചിരു നബിയെ, ഫഅലൈഹാ സൗമു ശഹ്രിൻ, ഒരു മാസത്തെ നോമ്പ് നോക്കണക്ക് ബാക്കിയുണ്ടോ? എന്റെ ഉമ്മാക്ക് ഒരു മാസത്തെ നോമ്പ് നോക്കണക്ക് ബാക്കിയുണ്ട്. അഫ അഖ്ദി അൻഹാ, എനിക്ക് ഉമ്മാരെ നോമ്പ് പിടിക്കാമോ? ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്. ആ മരിച്ചുപോയ ഉമ്മാരെ നോമ്പിനെ നക്ക് പിടിച്ചു വിട്ടാമോ? അല്ലാഹുവിന്റെ റസൂൽ അതൊക്കെ കേൾക്കരുത്, ഒരു മറു ചോദ്യമായിട്ട് കേൾക്കരുത്. ഏ മനുഷ്യ, നിന്റെ ഉമ്മാക്ക് വല്ല കടമുണ്ടെങ്കിൽ, ആൾമാർക്ക് കൊടുക്കേണ്ട കടമുണ്ടെങ്കിൽ ആ കടം നിക്ക് വീട്ടിൽ നിർബന്ധല്ലേ? അതിനെ വീട്ടണം. എന്നാൽ ഇത് നോക്കൂ, ഇത് അല്ലാഹുവിന്റെ കടമായി.
നോമ്പുണ്ട് ചൊന്നത് അല്ലാഹുവിന്റെ കടമായിട്ടിക്കറ്, പടച്ചവന്റെ കടമായിട്ടിക്കറ്. പടപ്പുകളുടെ കടത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിത്ത്. അതേപോലെ നേർച്ചയുടെ കാര്യവും, നേർച്ചയാണ് ചെന്നത് അല്ലാഹു തആലാക്ക് വെക്കുന്ന നേർച്ച അല്ലാഹുവിന്റെ പേരിൽ ഇവിടെയല്ലേ എന്നല്ലാതെ ഔലിയാക്കന്മാരെ മനുഷ്യന്മാരെ പേരിൽ നേർച്ചയല്ല, അത് ശിർക്കാണ്. അല്ലാഹുവിന്റെ പേരിലുള്ള നേർച്ച ഇബാദത്താണ്. ഒരു പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് കേക്കറ്, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മീ നദറത, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ഉമ്മ നേർച്ചയാക്കിയത് ഹജ്ജ് ചെയ്യണുകോ, എന്റെ ഉമ്മ ഹജ്ജ് ചെയ്യണു നേർച്ചയാക്കിയത്. പക്ഷേ ഹജ്ജ് ചെയ്യണു സാധിക്കാണ്ട് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ആ ഉമ്മാരെ പേര് നമുക്ക് ഹജ്ജ് ചെയ്യാമോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹജ്ജി അൻഹാ, ഹജ്ജി അൻഹാ, ഉമ്മാരെ പേര് നീ ഹജ്ജ് ചെയ്യോ? എന്നിട്ട് റസൂലുള്ള ഇതേ മുന്നേ നാം കേട്ട അതേ ഒരു പിന്നെ പഴക്കമാണ് റസൂലുള്ള ചൊല്ലുന്നത്. ഏ പെണ്ണേ, നിന്റെ ഉമ്മാക്ക് കടമുണ്ടായെങ്കിൽ, നിന്റെ ഉമ്മാക്ക് വീട്ടണമുള്ള കടമുണ്ടായെങ്കിൽ അത് നിനക്ക് വീട്ടേണ്ടേ, നിന്റെ മേൽ നിർബന്ധമല്ലേ? അതേ നബിയെ, എന്നാൽ ഇത് അല്ലാഹുവിന്റെ കടമായിട്ടിക്കറ് നീ വീട്ടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതെല്ലാം ഹദീസിൽ വന്ന കാര്യമാണ്, മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ നാം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന ബാധ്യതകൾ നിർവഹിക്കണം തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിച്ചുപോയ നമ്മുടെ ഉറ്റവർ, നമ്മുടെ ഉടയവർ, നമ്മുടെ ആപ്തമിത്രങ്ങൾ, അവർക്ക് നാം ഹയാത്തിരിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാതാവ് മരിച്ചാൽ, നമ്മുടെ ഉമ്മയോ വാപ്പയോ മരിച്ചാൽ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, അയാളെ ഉമ്മ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടപണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേൾക്കുന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. ഉമ്മയും മരിക്കുന്ന മുന്നോട്ട് നിൽക്കുന്ന ഉമ്മയുമായിട്ട് പളക്ക പറയണമുള്ള അവസരം കിട്ടിയില്ല, പെട്ടെന്ന് മരിച്ചു പോയിട്ട്. പളക്ക പറയണമുള്ള അവസരം കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മ നന്നിട്ട് ചിലതെല്ലാം വസിയത്ത് ചെയ്യുമായിരുന്നു, സദഖ കൊടുക്കും മറ്റുമെല്ലാം എൻ്റെ ഉമ്മ നന്നിട്ട കൽപ്പിക്കുമായിരുന്നു നബിയെ. ഇപ്പോ ഈ മരിച്ചതിന് പിന്നെ ഉമ്മാക്ക് സദഖ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കിട്ടും. അപ്പൊ അയാൾ കേൾക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേട്ടിട്ട്, ഏതാണ് ഏറ്റവും നല്ല സദഖ എൻ്റെ ഉമ്മാക്ക് ഞാൻ ചെയ്യരുത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, തണ്ണീരെ വ്യവസ്ഥയാക്കൊരു കുടിക്കരുത്, ഒരു കിണറ്, ഒരു ബാവി നീ കുഴിക്കറൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം എന്താക്കിയിട്ട് ഒരു പബ്ലിക്കായിട്ട് ഒരു കിണറ്
ഒരു ബാവി ഇങ്ങനെ കുളിച്ചിട്ട് എന്നിട്ട് അത് പേരും ഇട്ടിട്ട് എന്തിനായിട്ട് ബിഇർ ഉമ്മു സഅദ്, ബിഇർ ഉമ്മു സഅദ്, സഅദിലെ ഉമ്മായുടെ കിണറിട്ട് പേരുമിട്ട് അങ്ങനെ ആ കിണറിൽ നിന്ന് കാലങ്ങളോളം ധാരാളം ആളുകൾ തന്നെ പിടിച്ചുകൊണ്ടിരുന്നത് അതെ തൻ്റെ ഉമ്മാക്ക് മക്കൾ ചെയ്യരുതായിരിക്കുന്ന സദഖയായിരിക്കും ഇത്തരത്തിലുള്ള സദഖകൾ. എന്നല്ലാതെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഇസ്ലാം പഠിപ്പാറ്റിയതാണ്, ഇത് ഖുർആനും സുന്നത്ത് പഠിപ്പാറ്റിയതാണ്. എന്നാൽ അപ്പുറത്ത് നാം കാണുന്നതോ അത് പുരോഹിതന്മാർ പഠിപ്പാറ്റിയത്. 3, 7, 21, 40 ആണ്ടിട്ടുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതേപോലെ ഖുർആൻ ഓതി ഇങ്ങനെ ഹദിയ ചെയ്യരുത്, അതിന് സവാബിന് എത്തിപ്പാട്ടി കൊടുക്കരുതെന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. കുറെ ഇപ്പുറമുള്ള ഖലഫുകളായ ഒരാളുമാർ ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായില്ല എന്നല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് ആ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇത് നാം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിൽ നിന്നൊക്കെ ഉണ്ടാകണമെങ്കിൽ മക്കൾ നന്നാകണം. പ്രിയമുള്ളവരെ, ഇസ്ലാമിനെ പറ്റി പഠിക്കണം. അഴിഞ്ഞാടുന്ന മക്കളായി പോകാൻ പാടില്ല. ഇന്ന് നാം എന്താണ് നമ്മളെ മക്കളെ പറ്റി കേൾക്കുന്നത്? അഴിഞ്ഞാട്ടമാണ്. കളിക്കൊണ്ട് പോകും, അവിടെ പ്രശ്നമുണ്ടാകും, എന്നിട്ടിങ്ങനെ അടിപിടിയും എവിടേക്കെല്ലാം കൊണ്ടുപോയിട്ട് അടിക്കരുത്. വളരെ ക്രൂരമായ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകുന്നത്. ഇത് നമ്മുടെ ആഖിറ നഷ്ടപ്പെടുത്തും. ഇത് വളരെ ഗൗരവത്തിൽ കാണണം. രക്ഷിതാക്കൾ കാണണം ഗൗരവത്തിൽ. രക്ഷിതാക്കൾ മാത്രം കണ്ടാൽ മതിയാവൂല. നാട്ടിലെ ഉമറാക്കൾ, പ്രമാണിമാർ, അതേപോലെ തന്നെ നാട്ടുമൂപ്പന്മാർ, ഇവരൊക്കെ ഇതിനെപ്പറ്റി വളരെ ജാഗ്രതയുള്ളവരാകണം. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെയും മുസ്ലിം ഉമ്മത്തിന്റെ പേരാണ്, ഇസ്ലാമിന്റെ പേരാണ്, ഇസ്ലാമിന്റെ മുഖത്തേക്കാണ് കരിവാരിത്തേക്കപ്പെടുന്നത്. കാരണം ഇസ്ലാമിനെ എങ്ങനെയെല്ലാം പ്രതിക്കൂട്ടിലാക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്തരത്തിലുള്ള പ്രവണതകൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതിന് ഉസ്താദന്മാർ, പള്ളിയുടെ ഉസ്താദന്മാരും അതേപോലെ തന്നെ മഹലിലെ പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും ആ വിഷയത്തിൽ ബദ്ധശ്രദ്ധരാകണം. അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിന്റെ പേര് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്താണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്ന് മാത്രമല്ല, നാളെ പരലോകത്തിലും അത് വലിയ ഒരു നഷ്ടമായി മാറുമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ദിശാബോധം നൽകുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില കാര്യങ്ങളൊക്കെ ചൊല്ലണക്കുള്ളതുണ്ട്. നമ്മുടെ മദ്രസയുടെ കളക്ഷനായി ടിക്കർ അൽഹംദുലില്ലാ വളരെ നല്ല നിലക്ക് ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ദാറുൽ ഖൈർ മദ്രസ ആണ് ചൊല്ലുന്നത്. അത് മാത്രമല്ല, മദ്രസക്കുള്ള കൺസ്ട്രക്ഷൻ മേലെ നടക്കരുത്. അതൊക്കെ പ്രത്യേകമായി ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ വലിയ പുണ്യമുള്ള ഒരു കാര്യമായി ടിക്കർ. ഇന്നത്തെ ഈ നമ്മുടെ മദ്രസക്കുള്ള കളക്ഷൻ എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. പ്രത്യേകമായി എല്ലാവരുടെ കേട്ടുകൊള്ളരെ. നാളത്തെ ക്ലാസ് എല്ലാ ശനിയാഴ്ചയും ഈവനിങ്ങിൽ പെണ്ണുങ്ങൾക്കായിട്ട് പ്രത്യേകമായ ക്ലാസ് ഉണ്ട്, ദഅവാ ക്ലാസ്. എല്ലാ സഹോദരിമാരും ആ ക്ലാസ്സിൽ ഭാഗഭാക്കാകണം. അതിന് പുറമെ ഇവിടെ അൽഹംദുലില്ലാ നമ്മുടെ ദാറുൽ ഖൈർ മദ്രസയുടെ കീഴിലായിട്ട് 4 ദിവസം തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 10 മണി നിന്ന് 11:30 മണിത്തോളം ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം, ലേഡീസുകൾക്ക് മാത്രമായിട്ട് ഇവിടെ ക്ലാസ് ഉണ്ട്. അതിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ട്, ഹിഫ്ള് ബൈഹാർട്ടാക്കുള്ള പഠിപ്പാട്ട് ഖുർആൻ, അതേപോലെ തന്നെ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണമെന്ന ആ തജ്വീദുമെല്ലാം തന്നെ പഠിപ്പാട്ടതായിരിക്കുന്ന വളരെ നല്ല പ്രൗഢമായിട്ടിക്കരെ ഒരു 1.5 മണിക്കൂർ നേരമുള്ള ക്ലാസ് ഈ 4 ദിവസമുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അവരുടെ മക്കളെ ഇവിടെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നീട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് ഒരു പ്രസവിച്ചിട്ട് മരിച്ചതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ പ്രസവിച്ച ഉടനെ ബ്ലീഡിങ്ങിൽ ഒന്ന് മരണപ്പെട്ടു പോയി എന്നത് പറഞ്ഞു. പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആ കുട്ടി ഇപ്പോൾ ജീവനോടെ തന്നെ, ചെറിയ കുട്ടി, കുഞ്ഞ് ജീവനോടെയുണ്ട്, പക്ഷേ മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരിച്ചുപോയ സഹോദരിയുടെ ഖബർ സ്വർഗ്ഗത്വമാക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം, അതേപോലെ തന്നെ നാളെ പരലോക ജീവിതം അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ബാക്കിയുള്ളതായിരിക്കുന്ന ആ കുഞ്ഞിന് അത് ആരോഗ്യയാക്കാൻ, അതിനെ പരിപാലിക്കാൻ അല്ലാഹു തആല ഉമ്മയെപ്പോലത്തെ ഒരു സ്ത്രീ, ഉമ്മയെക്കാളും ഖൈറായ ഒരു സ്ത്രീയെ അല്ലാഹു തആല അതുള്ള ഏർപ്പാട്
ചെയ്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.